സന്ധ്യാസമയത്ത് ഞാനൊരു തീരുമാനമെടുത്തു, ആത്മഹത്യ ചെയ്തേക്കാം. എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നോട് കരുണ ചെയ്യുവാൻ ആരുമില്ല. പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടാകും, മറ്റവരുടെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞില്ല. അന്ന് രാത്രികാലം ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആ സമയത്ത് പ്രിയപ്പെട്ടെ, നമ്മൾ പരിഹസിച്ച പ്രിയപ്പെട്ട ഞങ്ങൾ ഉപദേശിമാരെ നിങ്ങൾ വിലയില്ലാത്തവരായിട്ട് കാണല്ലേ? അല്ല, കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടവനാ. ഞാൻ പരിഹസിച്ച, ഞാൻ വിലയില്ലാതെ എണ്ണിയ, പണിയില്ലാതെ വഴിത്തള്ളിക്കൽ നിന്ന് പ്രസംഗിക്കുകയും ബൈബിൾ കൊടുക്കുകയും ചെയ്യുന്ന യുവന്മാരെ പറ്റി ഞാൻ പരിഹസിച്ചിരുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉപദേശി ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ഭാര്യ അറിഞ്ഞില്ല, അവിടെ ഭർത്താവ് വന്ന് രാത്രികാലം ജീവിതം തീർക്കുമെന്ന്. എൻ്റെ മകൻ അറിഞ്ഞില്ല, അവൻ്റെ അപ്പൻ അന്ന് രാത്രികാലം തൻ്റെ പ്രാണനെ വിട്ടുകളയുമെന്ന്. എന്നാൽ കിലോമീറ്റർ അകലെന്ന് ഒരു ഉപദേശി എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന് അവൻ എന്നോട് ചോദിച്ചു, വിജയ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ പ്രാർത്ഥിപ്പാൻ ഇരിക്കുമ്പോഴൊക്കെയും നിന്റെ മുഖമാണല്ലോ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. നീ പുറമേ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതിയെന്നായിട്ടില്ലയോ? ഞാൻ പറഞ്ഞു, മരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്ന് അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ഒരു വചനം പറഞ്ഞു, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ട, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരപ്പനേക്കാൾ ഉപരി എന്നെ സ്നേഹിച്ച ഒരു സ്നേഹത്തിന്റെ വചനം ഞാൻ കേട്ടത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. അന്ന് വരെ എല്ലാം എന്നെ ഭയപ്പെടുത്തിയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞത് യേശുക്രിസ്തുവിന്റെ വചനത്തിലാണ്. അന്ന് പ്രിയപ്പെട്ട, ഞാൻ യേശുക്രിസ്തുവിന് എൻ്റെ ജീവിതം സമർപ്പിച്ചു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത് പാപിയായിരുന്ന ഈ വിജയന് വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും മുമ്പിൽ നിന്നാപാത്രമായ ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന ഈ പാപിക്ക് വേണ്ടിയിട്ടത്രേ യേശുക്രിസ്തു മരിച്ചത്. അതെനിക്കൊരു അത്ഭുതമായിട്ട് തീർന്നു. പാപിയായിരിക്കുന്ന, ശത്രുവായിരിക്കുന്ന ഒരുവന് വേണ്ടി സ്വന്തം പ്രാണനെ ഒരുവൻ കൊടുക്കണമെങ്കിൽ ആ വ്യക്തിക്ക് എന്നോടുള്ള സ്നേഹം പ്രിയപ്പെട്ടവർ എങ്ങനെയാണ് വിവരിക്കുന്നത്? പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. എന്ന് പറഞ്ഞാൽ ആ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹം ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഈ ദേശത്ത് വന്ന ഈ സന്തോഷത്തിന്റെ വാക്കുകൾ ഞങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ട, നമ്മളെല്ലാവരും മരിക്കും. മരിച്ചതിന് ശേഷം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. തെളിവ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ സകല മനുഷ്യരും മരിച്ചതിന് ശേഷം ഒരു നാൾ ഉയർത്തെഴുന്നേക്കുമെന്ന് ലോകത്തിന് തെളിവായിട്ടിരിക്കുന്നു. ആകയാൽ അന്നത്തെ ദിവസം നിങ്ങൾ നരകാഗ്നിയിലേക്ക് എറിയപ്പെടാതിരിക്കാനും പ്രിയപ്പെട്ട, ഭൂമിയിൽ മരിക്കുമ്പോൾ മരണഭീതി കൂടാതെ മരിക്കേണ്ടതിനും ഞങ്ങൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.